ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡിവിഷൻ മാച്ചിൽ അങ്ങനെ നെക്സ്റ്റ് ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പിക്കൽ ആരെയൊക്കെ അടിച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പോണ്ടാണെന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർസനലാണ് വന്നിരിക്കുന്നത്. മെസ്സിയാണ് ക്യാപ്റ്റൻ. എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് തന്നെയാണ്. ഹാളൻഡ്, നെയ്മർ ഉണ്ട്, ഡിബ്രൂണി ഉണ്ട്, ഗോസ്റ്റേട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇതുവരെ നമ്മൾ പ്ലേ ചെയ്യാത്തൊരു മാനേജറുമായിട്ടാണ് ഇന്നത്തെ മാച്ച്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്യുക്ക് കൗണ്ടറാണ് അവർ ടീം പ്ലേ സ്റ്റൈൽ ഇട്ടിരിക്കുന്നത്. പിന്നെ 4-3-3 ആണ് ഫോർമേഷൻ. നമ്മുടെ അതേ ഫോർമേഷൻ തന്നെയാണ് എന്തായാലും ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോകാം. അപ്പം വേറൊന്നുമില്ല, നമ്മുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ സ്റ്റോയ്ച്ച്കോവിനെ വെച്ച് കളിക്കുന്നു. സെക്കൻഡ് ഹാഫ് മെസ്സി ഇറങ്ങുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ മെസ്സിയാണ് സെക്കൻഡ് ഹാഫ് വന്ന് ഗോളടിച്ച് നമ്മളെ രക്ഷിക്കാറൊക്കെ, ഗോളടിച്ച് ലീഡൊക്കെ പിടിപ്പിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ മാച്ചും 3 ഗോളിന് തന്നെ നമ്മൾ ജയിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മാനേജറൊക്കെ ആരാന്ന്. അർട്ടേറിയോ ഗൈസ്, അപ്പോൾ ആർസനലിൻ്റെ ആണ് ഫസ്റ്റ് ടച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ പ്ലേ ചെയ്യാത്തൊരു മാനേജറുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ മാച്ച്. അപ്പം പുതിയതായിട്ട് നമ്മുടെ എപ്പിക്കൊക്കെ കിട്ടിയവരാരുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഹാളൻഡ് ടു പെറ്റിറ്റ് ടു വാൻഡിജിക് ഉണ്ട്. വാൻഡിജിക് ടു ആരോൺ വൈൻ ബെസിക്ക, സിൽവ ടു നല്ലൊരു പാസ് കളിയാണ്. റോബർട്ടോ കാർലോസ്. ഓക്കെ, ഹാളൻഡ്. ഓക്കെ, നേരിട്ട് നെയ്മറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നെയ്മർ അവിടെ നിന്ന് ഒരു ക്രോസ് നടത്താൻ ചാൻസ് ഉണ്ട്, എടുത്തിട്ടുണ്ട്. ഓക്കെ, ജെറാഡ് ടു. ഓക്കെ, നല്ല ചാൻസ് ഉണ്ട്. മറണോണയ്ക്ക് വാൻഡ്. ഓക്കെ, വീണ്ടും സിൽവ. ഓക്കെ, റോബർട്ടോ കാർലോസ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. മറഡോണ ബാക്ക്. കാഫു ടു ആൽവറുടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മറഡോണ. അതാ ഗൈസ്, ഫസ്റ്റ് തന്നെ എന്തായാലും നമ്മുടെ ഡാനിയൽ വാൻ നമ്മളെ ഫൗൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മറഡോണ. ഓക്കെ, വിൽഷെയർ. ഓക്കെ, ഒരു നല്ലൊരു ത്രൂ പാസ് കിട്ടാണ്ടായിരുന്നു അവിടെ, അത് പോയി. അപ്പോൾ എന്തായാലും എനിക്ക് മുടി ഇങ്ങനെ കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ കവാനിനൊക്കെ ഇറക്കിയിട്ട് കുറേ നല്ലൊരു ചാൻസാണ്. ബാക്കോട്ട് ഇമാനുവൽ, ഹാളൻഡ്. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ കവാനിനൊക്കെ എപ്പോഴും ഇറക്കുന്നവരാരുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഞാൻ കുറേയൊക്കെ മുമ്പ് ഇറക്കിയായിരുന്നു, ഇപ്പം പിന്നെ അങ്ങനെ ഇറക്കലില്ല. ഓക്കെ, കിട്ടിയിട്ടുണ്ട് സ്റ്റോയ്ച്ച്കോവ്. ഓക്കെ, ഡിബ്രോണി ടു കിട്ടിയിട്ടുണ്ട് ഗൈസ്, നല്ലൊരു ചാൻസ് വീണ്ടും. ഓക്കെ, സ്റ്റോയ്ച്ച്കോവ് ടു മറഡോണ. എൻ്റെ പൊന്നോ, ഈ കോസ്റ്റാട്ടെ വാൻഡിജിക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഗ്രീസ്മാൻ എടുക്കാൻ പോകുന്നുണ്ട്. പൈസക്ക കിട്ടിയിട്ടുണ്ട് ഗൈസ്. വിൽഷെയർ ടു നല്ലൊരു പാസ്. ഗ്രീസ്മാൻ. ഓക്കെ, ഇടയ്ക്കൊരു ലാഗ് ഇഷ്യൂ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, നല്ലൊരു അടിപൊളി ഷോട്ട് അടിക്കാൻ വന്നായിരുന്നു. അപ്പത്തേനും ഓഫ് സൈഡ് ആയിപ്പോയി. എന്തായാലും അവിടുന്ന് ഒരു ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ മറഡോണ ആയതുകൊണ്ട് അടിപൊളി ഒരു ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതായത് കിടുക്കാച്ച് ഗോളുമായിട്ട് വരായിരുന്നു. ഓക്കെ, എന്തായാലും പോയി. മോറസ് ടു കോസ്റ്റേട്ട ടു നമുക്ക് നോക്കാം. നെയ്മർ. ഗൈസ്, എന്തായാലും നെയ്മർ കയറി വരുന്നുണ്ട്, അടിക്കാനുള്ള പരിപാടി. ജെറാഡ് പാസ്. വിൽഷെയർ ടു സ്റ്റോയ്ച്ച്കോവ്. കാഫു. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മറഡോണ. ഓക്കെ, കാഫു ഗൈസ്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ ഒരു ക്രോസ്, ഒരു കിടിലൻ ക്രോസ്. എടാ, ഈ ബൈസൊക്കെ അവിടെ വന്നുകൊണ്ടാണ്, അല്ലെ നല്ലൊരു ഷോട്ട് അടിച്ച് കയറ്റായിരുന്നു. ഗൈസ്, കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു സിൽവ. ഓക്കെ ഗൈസ്, അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ. എൻ്റെ പൊന്നോ, ഈ കോസ്റ്റേട്ടാ ഗൈസ്. അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം ഇട്ടുപോയി ഗൈസ്. ഞാൻ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇട്ടത് ഞാൻ സിൽവ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇട്ടത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ കാണിക്കണ്ടല്ലോ വെച്ചിട്ടാണ്, അത് ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ മാച്ച് കളിക്കുന്നത്. ഗൈസ്, കിട്ടിയിട്ടുണ്ട്. ജെറാഡ്. ഓക്കെ, ജെറാഡ് ടു വിൽഷെയർ. പൈസൊക്കെ ഒന്ന് എടുത്ത് കളിക്കുകയാണ്. മെസ്സി ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. മെസ്സിയാണ് ക്യാപ്റ്റൻ. ഓക്കെ, ഇമാനുവൽ ടു സിൽവ. ഹാളൻഡ്. എടാ, അടിക്കാൻ സമ്മതിക്കരുത്. ബെക്കംബാർ. ഓക്കെ, മറഡോണ. ഡിബ്രോണി ടു ഇമാനുവൽ. സിൽവ. മാനുവൽ. ഓക്കെ, ബാക്ക് വീണ്ടും. ബൈസക്ക. സിൽവ. ഓക്കെ, കാർലോസ് ഉണ്ട്. നോക്കാം, എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ലാസ്റ്റ് പണിയാവോ ഗൈസ്? എൻ്റെ പൊന്നോ ഗൈസ്, നൈസായിട്ട് ഹാളൻ്റെ അവിടെ നിന്ന് അടിച്ചു. ഗോളില്ലായിരുന്നു, ഇപ്പം പണി കിട്ടിയാലേ ഗൈസ്. എന്തായാലും എടുക്കുന്നുണ്ട്. ഇമ്മാനുവൽ പെറ്റിറ്റ് എടുത്തിട്ടുണ്ട്. ഫൗള് ഗൈസ്. എന്തായാലും ഫൗൾ ചെയ്തിട്ടുണ്ട്. ജെറാഡാന്ന് തോന്നുന്നു. ജെറാഡ് തന്നെയായിരിക്കും. ഓക്കെ, ഇതുവരെ നമ്മൾ കാണാത്തൊരു പ്ലെയറാണ് പെറ്റിറ്റ്. ജെറാഡ് ഫൗൾ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താവെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഷോട്ട് അടിക്കാൻ പോകണം മിക്കവാറും മെസ്സി ആയിരിക്കും, അല്ല സിൽവയാണ്. ഓക്കെ, ഇവിടുന്ന് കറക്റ്റ് ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം.
ഓപ്പോണ്ട് സെറ്റ് ആവുന്നുള്ളൂ. നമുക്ക് നോക്കാം. മിക്കവാറും എനിക്ക് തോന്നുന്നു മെസ്സിനെ എല്ലാം ഇറക്കാൻ ചാൻസ് ഉണ്ട്. മെസ്സി റൊണാൾഡോ ഇവരൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കയറുന്നൊരു കാര്യമുള്ളൂ. മിക്കവാറും മെസ്സി അടിക്കാനുള്ള അതാണ്. ബെക്കംബർ ഇവിടെ കൊണ്ടുവെക്കാം. ഓക്കെ, ഇതിപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. എന്തായാലും നോക്കുകയാണെങ്കിൽ ഷോട്ട് എനിക്ക് തോന്നുന്നു അവരായിരിക്കും കൂടുതൽ അടിച്ചിട്ടുണ്ട്. ഓപ്പോണ്ട് ഷോട്ട് 2 അവരടിച്ചിട്ടുണ്ട് ആർസെനലുകാർ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ടൈം ഫോർ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെയ്മറിനെയും കൂടെ ഇറക്കാൻ കഴിച്ചു. ഇപ്പോൾ അത്യാവശ്യം കാണുകയാണെങ്കിൽ നല്ല കളറായിട്ടുണ്ട് നമ്മുടെ സ്ക്വാഡ്. എപ്പിക്കും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അത്യാവശ്യം നല്ലൊരു മാച്ചും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഗോളിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മാനുവൽ നെയ്മർ ഓൾറെഡി ഉണ്ട്. എന്നാലും നമ്മുടെ ഡിഡയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. കുറേ ട്രൈ ചെയ്താട്ടോ. അപ്പോൾ എന്തായാലും ഫണ്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, കിട്ടിയിട്ടു. ഓക്കെ, മെസ്സി അല്ല വാൽവerde എടുത്തിട്ടുണ്ട്. മറഡോണ. ഓക്കെ, എൻ്റെ പൊന്നു ഡാനിയൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാഫു ടു മറഡോണ, ഡിബ്രൂണി. ഓക്കെ, മെസ്സി ടു ഹാളൻഡ്. എടാ സിൽവ. ഓക്കെ, മെസ്സി. എൻ്റെ പൊന്നു ഹാളൻഡ്. എൻ്റെ പൊന്നു കിട്ടിയ പാടടിച്ച്. ഇത് കോർണറാണോ? അല്ല, ത്രോ അല്ലേ ഗൈസ്. എന്തായാലും എൻ്റെ പൊന്നു ഹാളൻഡ് അടിച്ചടി കറക്റ്റ് ഒരു ഷോട്ടാണ്. അടിച്ചടി ഇപ്പോൾ കയറിയായിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിയാണ്. ഇമ്മാനുവൽ, പെറ്റിറ്റ്, ഡിബ്രോണി. ഇനി അടിക്കാൻ സമ്മതിക്കരുത്. ഓക്കെ, ബെക്കംബാർ അടിച്ചു വിടുക. അത് തന്നെ. നെയ്മർ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. പെറ്റിറ്റ്, സിൽവ ടു മെസ്സി ടു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ത്രൂ പാസ് കൊടുക്കുന്നു. ഓക്കെ, നെയ്മർ. എടാ നെയ്മർ അതിനെ വെട്ടിച്ചായിരുന്നു. റോബർട്ടോ കാർലോസ് കിട്ടിയിട്ടില്ല. ബൈസക്ക. മെസ്സി ടു കിട്ടിയിട്ടുണ്ട്. ജെറാഡ്. ഓക്കെ, വിൽഷെയർ. ഓക്കെ ഗൈസ്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓഫ്, എൻ്റെ പൊന്നു വിൽഷെയർ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. മെസ്സി. എൻ്റെ മോനെ മെസ്സി ഇറങ്ങി ഗോൾ അടിച്ചു. എൻ്റെ മോനെ 63-ാം മിനിറ്റിൽ നമ്മൾ വിചാരിക്കാത്തൊരു ഗോള് മെസ്സിയുടെ കയ്യിൽ നിന്ന്. എൻ്റെ മോനെ അതെങ്ങനെ ഗോളായി കയറിയെന്ന് എനിക്കിപ്പോഴും ഗൈസ്. എന്തായാലും നൈസായിട്ട് ഒരു വിൽഷെയർ അവിടെ നിന്ന് ത്രോ കൊടുത്തുകൊണ്ട് ഗോള് കയറി. ഒരു കിട്ടിലും ഗോൾ കേട്ടോ. നമ്മൾ പ്രതീക്ഷയില്ല അങ്ങനെ ഗോള് കയറുമെന്ന്. എൻ്റെ മോനെ സീ ഗോളായിരുന്നല്ലോ അത് ഗൈസ്. എന്തായാലും ഒരു കിടുക്കാച്ചി ഗോളായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടുന്ന് ഓഫ്, സത്യം പറഞ്ഞാൽ മെസ്സിൻ്റെ കാലായിട്ട് ഇപ്പം നന്നായെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് ഒരു കിടിലും ഗോളായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു വരാം. നമുക്കൊരു പണി ചെയ്യാം. ഇനി നമുക്ക് ഫ്രാങ്ക് റിബറിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ കുറേ ഇറക്കിയിട്ടൊക്കെ കേസ് മെറോനെ ഇറക്കാം. ബാക്കി എല്ലാവരുടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ മാർക്കിനസ് ഉണ്ട്, പിന്നെ നമ്മുടെ വിനീഷ്യസ് ഉണ്ട്. നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ആരെയും എടുക്കാത്തതിൻ്റെ ഉറപ്പായിട്ടും നിങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഒരു കിടിലൻ നോമിനേറ്റിംഗ് ഈ പോയിൻ്റൊക്കെ വെച്ചിട്ട് എന്താ പറയുക പ്ലെയേഴ്സിനെയൊക്കെ മേടിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. വേറെ പുതിയ പ്ലെയേഴ്സൊക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടോ. എന്തായാലും വരട്ടെ. കാരണം 100 റേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള പ്ലെയർ ഇനിയും വരികയാണെങ്കിൽ നമുക്ക് അന്നേരം എടുക്കാം. അപ്പം ഇപ്പോൾ എടുത്തില്ലെങ്കിൽ എന്നാലും ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക. കാരണം വിനീഷ്യസിനെയൊക്കെ എടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഷോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വിനീഷ്യസ് ജൂനിയറാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഇറക്കുന്നില്ല. കാരണം ഓൾറെഡി പലരും സെറ്റായതുകൊണ്ട് ഇപ്പം അങ്ങനെ പോകുന്നില്ല. ആരോൺ പൈസക്ക, വാൻഡിജിക്കിനെ ഇറങ്ങിയിട്ട് കുറേ ആയിട്ടോ. സിൽവ ടു ഡിബ്രോണി. കേസ് മെറോ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും കേസ് മെറോ ഇറങ്ങിയതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവും. ഓഫ്, ഓക്കെ. ഇനി അടിക്കാൻ സമ്മതിക്കരുത് ഡിബ്രോണി. ഓക്കെ, ബ്ലോക്ക് ചെയ്യുക ഇത് തന്നെ പരിപാടി. നെയ്മർ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ലാഗ് വന്ന് എവിടെ നിന്ന് വിൽഷെയർ. ഓഫ്, ഇതിപ്പോൾ പണിയാവോ പൈസ. ഓക്കെ, എന്തായാലും എടുക്കാൻ സമ്മതിക്കരുത്. ഓക്കെ, പൈസക്ക കിട്ടിയിട്ടുണ്ട്. മെസ്സി. അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അടിച്ചുവിടുക. ഇവിടെ നിന്ന് ഒന്നത് ലാഗും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. സിൽവ ടു ലയണൽ മെസ്സി ടു വിൽഷെയർ. ഓക്കെ, നല്ലൊരു ചാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ത്രോ. ഓക്കെ, നല്ല കിടിലൻ ത്രോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും വാൻഡിജിക്ക്, ഡിബ്രോണി നല്ലോണം മാച്ച് ഒന്ന് കയറി വരുന്നു. അപ്പത്തേനും ഓരോരുത്തർ വന്നിട്ട് കേസ് മെറോ. ഓക്കെ, കിട്ടിയിട്ടുണ്ട് കേസ്. നല്ലൊരു കിടിലൻ പാസ്. എൻ്റെ മോനെ മെസ്സി. സത്യം പറഞ്ഞ ഒരു ഷോട്ട് അടിക്കാൻ പോലും അങ്ങനെ സമയം തരുന്നില്ല. അതിനു മുമ്പേ തുടങ്ങി. ഓക്കെ, ഹാളൻഡ് അറ്റാക്കിങ് പറ്റിയിട്ടൊക്കെ അവിടെ സമ്മതിക്കുന്നില്ല. ഓക്കെ, മെസ്സി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചാൻസ് ആയിരുന്നു. അല്ല, ത്രോയിങ് കൊടുത്താൽ മതിയായിരുന്നു. കേസ് മെറോ എടുത്തിട്ടുണ്ട്. ഷോട്ട്.
ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, നല്ലൊരു ചാൻസ്. നെയ്മർ, റോബർട്ടോ കാർലോസ് ടു നെയ്മർ. ഓക്കെ, വാൻഡിച്ചൊക്കെ ഒരു ത്രോ പോയി ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ, ഏകദേശം 90 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ റോബർട്ടോ കാർലോസ് ടു നെയ്മർ ടു വിൽഷെയർ ടു നല്ലൊരു കിടുക്കൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കോസ്റ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെസ്സി ഇറങ്ങി മാച്ച് ജയിപ്പിച്ചു, ഒരു ഗോളിന് കറക്റ്റ്. അത്യാവശ്യം നല്ലൊരു ഷോട്ടായിരുന്നു വിൽഷെയറിന്റെ പാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി ഡിവിഷൻ മാച്ചിന് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ എപ്പിക്കൊക്കെ കിട്ടിയതിന് ശേഷം ആയാലും ബൂസ്റ്റർ കാർഡുകളൊക്കെ പ്ലെയർ പ്രൊഫഷൻ ഒക്കെ നടത്തിയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.